ഇത് മധുരക്കിഴങ്ങിൻ്റെ കാലമാണല്ലോ. അപ്പം മധുരക്കിഴങ്ങ് ഉപയോഗിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് പങ്കാളി ഉണ്ടാക്കിയതാണ്, സഹായത്തിന് ഞാനും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ചാട്ടിനുള്ള എല്ലാ സാധനവും ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അളവ് ഒക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറയാം. അപ്പോൾ പങ്കാളി നമ്മൾ പരിപാടി തുടങ്ങുമല്ലേ? അതെ, ആദ്യം ഈ മധുരക്കിഴങ്ങ് ഇതൊരു 400 ഗ്രാം ഉണ്ട്. ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്, വേവിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ വിരാട രുചികളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയുണ്ടേ. നമ്മുടെ 400 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ ഞാനിപ്പോൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നിരക്കെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് തൊലി നമ്മളിത് കഴിഞ്ഞ് പൊളിച്ചു മാറ്റുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒരു 2 വിസിൽ അതവിടെ ഇരിക്കട്ടെ. 2 വിസിൽ വരെ വേകട്ടെ. അപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ആറാനായിട്ട് താഴേക്ക് ഇറക്കി വെക്കാം. ഓക്കെ. ഇനി നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പിന്നെ വേണ്ടത് ഓട്സ് ആണ്. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഓട്സ് വെച്ചിട്ടാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. ഇത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ആണ് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ മണമൊക്കെ വരുന്നവരെ ഒരു 3 മിനിറ്റോളം 3-4 മിനിറ്റ് എടുക്കും ഒന്ന് റോസ്റ്റ് ആവാം. ഈ ഓട്സ് വളരെ ഹെൽത്തിയാണ്. അതിന് ഗ്ലൂട്ടൻ ഇല്ലാത്ത. അപ്പോൾ ഈ മൈദ വെച്ച് ചെയ്യുന്നേക്കാൾ നല്ല ഹൈ ഫൈബർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് മിനറൽസും എല്ലാം ഉള്ള സാധനമാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആണല്ലേ? അതെ. അപ്പം നമ്മൾ ഇത് വെയിറ്റ് മാനേജ്മെന്റിനും ഒക്കെ നല്ലതാണ്. രാവിലെ ഓട്സ് കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ നല്ലതാണെന്ന്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്, ചാട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കൂളാകാൻ വേണ്ടി ഇരിക്കട്ടെ. ഓട്സേ നമുക്ക് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ടാമറിൻ ചട്നി അങ്ങ് ചെയ്തെടുക്കാം. പുളിച്ചട്നി, വാളംപുളി കൊണ്ടുള്ള ചട്നി അല്ലേ? അതെ. നാരങ്ങ വലിപ്പമുള്ള പുളി, അത് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിലാണ് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ടാമറിൻ ചട്നി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ വലിപ്പമുള്ള പുളി നമ്മൾ പിഴിഞ്ഞെടുത്തത് ആദ്യം ഒഴിച്ചു. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചിരകിയ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് കൂടെ ആഡ് ചെയ്യുക. കൂടെ 1/4 കപ്പ് വെള്ളം. ഇനി ഇതൊന്ന് തിളച്ച് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. നമ്മുടെ ശർക്കര അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം. ഞാൻ പൊടിച്ചത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണേ. ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരിയാണ്. ഇത് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് എടുക്കുകയെ. ഇതൊന്ന് വറ്റി വരണം. നല്ല നമുക്ക് ഒഴിക്കാൻ പാകുന്ന പരുവാവണം. ഒത്തിരി കട്ടിയാവാനും പാടില്ല. ഇത് നമുക്കൊരു സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ ഇതിന് വേണ്ടേ. കാരണം ഇത് ഒത്തിരി കട്ടിയാവാനും പാടില്ല, ഒത്തിരി വാട്ടറി വെള്ളം പോലെ ആവാനും പാടില്ല. നമുക്കിതിൻ്റെ പുറത്ത് ചാട്ടിൻ്റെ പുറത്ത് ഒഴിക്കാനുള്ളതാണല്ലോ. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഇനി ഇതൊന്ന് കുറുകും. അപ്പോൾ നമുക്കിപ്പോൾ നിർത്താം. സോസ് പോലെ നമ്മുടെ ഒഴിച്ച് മാറ്റി വെക്കുമല്ലേ? ഒഴിച്ച് മാറ്റിക്കപ്പോൾ നമ്മളെ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടിനുള്ള ഒരു ചട്നി റെഡിയായി. ചട്നി നല്ല ശരിക്കും സോസ് ഒന്നും വേണമല്ലോ. ഇപ്പം ചാട്ടിനുള്ള അടുത്ത ചട്നി, ഗ്രീൻ ചട്നി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: ഇത് 1/2 കപ്പ് മല്ലിയില ചെറുതായി ഒന്ന് നുറുക്കിയതാണേ. 1/4 കപ്പ് പുതിനയില അല്ലെങ്കിൽ മിൻറ്റ്, 1 പച്ചമുളക്, 1/2 ഇഞ്ച് കഷ്ണമുള്ള ഇഞ്ചി, 1 നുള്ള് ജീരകമാണ്,
ഒരു നുള്ളു ജീരകം മതി, ഒരു പ്രത്യേക മണം വരും അതിന്. പിന്നെ 2 ടീസ്പൂൺ നാരങ്ങ, അതായത് ഒരു 10 ml. പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന്, ഇത് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചിട്ട് വരാം. 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും നോക്കി മാത്രം അടിക്കുക, കാരണം ഇത് പേസ്റ്റ് പോലെ അരഞ്ഞാൽ മതി, വെള്ളം പോലെ ആയാൽ നമുക്ക് പാടാവും അത്. അപ്പോൾ ഇത് അരച്ചിട്ട് വരാം. എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. 2 ചട്നികളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓട്സ് അതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇത് പൊടിക്കുമ്പോൾ ഒത്തിരി പൊടിഞ്ഞു പോകരുത്, തരിതരിപ്പായിട്ട് കൂട്ടി പൊടിച്ചിട്ട് വരാം. ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചു. ഇതിൻ്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ അത് പാകത്തിന് വേണ്ടിയിട്ട് ഇനി ഞാനിതിൻ്റെ തൊലി കളയട്ടെ. തൊലി കളഞ്ഞിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. അതെ, നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വേണം സ്മാഷ് ചെയ്യാനായിട്ട്. ഇങ്ങനെ പതുക്കെ തൊലി എടുക്കുക. അതിന് ഇതുപോലെ വരും. 400 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് പൊടിച്ചു കൊണ്ടുവന്ന ഓട്സ്, ഇതൊരു 1/4 കപ്പ് ഓട്സ് ആണ്, അത് ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ, നമുക്കിതൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇച്ചിരി കോൺഫ്ലവർ യൂസ് ചെയ്യണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അത്രയും മതി. പിന്നെ ചെയ്യേണ്ടത് ഇഞ്ചി, ഇതൊരു 1/2 ഇഞ്ച് കഷ്ണം ചെറുതായിട്ട് നുറുക്കിയത്. അതുപോലെ 1 പച്ചമുളക്, അതും ചെറുതായിട്ട് നുറുക്കിയത്. പൊടിയായിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഇടുന്ന പോലെ തന്നെ. ഇത് നോർത്ത് ഇന്ത്യൻ ചാട്ടാണല്ലോ, അപ്പോൾ നമ്മൾ ചാട്ട് മസാലയാണേ, അതൊരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, വറുത്ത് പൊടിച്ചത് ഡ്രൈ റോസ്റ്റ് ചെയ്ത ജീരകം, അതും 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അതൊരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, അതായത് ഒരു 1/4 കപ്പ്. പിന്നെ നമുക്ക് ഉപ്പ് 1 ടീസ്പൂൺ. നമുക്ക് നോക്കാം ലാസ്റ്റ്, അതുകൂടെ ചേർത്തൊന്ന് കുഴയ്ക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് നോക്കി. ഇനി ചെറുതായിട്ട് ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്കിതൊരു ചെറിയ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ ചെറിയ ബോൾസ് ആയിട്ടെടുത്ത് നമുക്കൊന്ന് പരത്തി എടുക്കാം. ഇങ്ങനെ പരത്തി എടുക്കാം. ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ, ഞാനിപ്പോൾ ഈ വലുപ്പമായിട്ട് ഉണ്ടാക്കി നമുക്കിത് വയ്ക്കാം. നമ്മുടെ എല്ലാ കട്ട്ലേറ്റ്സും റെഡി ആയിട്ടുണ്ട്. 11 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അളവിലാ 40 ഗ്രാം വെച്ച് എടുത്തിട്ടില്ലേ? ഏതാണ് അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട്ലേറ്റ്സിനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡീപ് ഫ്രൈ അല്ല ചെയ്യാൻ പോകുന്നത്, ഷാലോ ഫ്രൈ ആണ്. ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാ കാര്യങ്ങളും. സാധാരണ കട്ട്ലേറ്റ് പോലെ അല്ലെന്ന് ചുരുക്കം അല്ലേ? അല്ല. അതെ, ഈ ചാട്ടിന്, ഈ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടിന് വേണ്ടിയിട്ടുള്ള കട്ട്ലേറ്റ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ, ഇത് അളന്ന് വെച്ചിരിക്കുന്നതാണ്, അത് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോരോ കട്ട്ലേറ്റ് നമ്മളിങ്ങനെ നിരത്തി കൊടുക്കാൻ പോവാണേ. ഓരോന്നോരോന്നായിട്ട് നിരത്തി കൊടുക്കും. നമുക്ക് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിം, ഒന്ന് മീഡിയം ഫ്ലെയിം ഇട്ട് പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാം ഇങ്ങനെ അടുക്കി വെക്കുവാണേ. ഓക്കെ, ഇത്രേ പറ്റുള്ളൂ. സ്വീറ്റ് പൊട്ടറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുത്താൽ ഇഷ്ടമായിരിക്കും അല്ലേ? മാത്രമല്ല നല്ല ആരോഗ്യത്തിന് നല്ലൊരു സാധനമല്ലേ. ഓരോ വശം ഒരു 3 മിനിറ്റ് എങ്കിലും കിടക്കട്ടെ അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അടി എങ്ങനെയായെന്ന്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ കേട്ടോ. ഓക്കെ, ഞാൻ പതുക്കെ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടിനുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത സ്ഥലവും കൂടെ തിരിച്ചു നോക്കാം, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അതും നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് മൊരിയട്ടെ, എന്നിട്ടെടുക്കാം.
ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അത് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ട് രീതിയിൽ സെർവ് ചെയ്യാൻ പോവുകയാണേ. അപ്പം 3 സ്വീറ്റ് പൊട്ടറ്റോ വെച്ചു. ഇനി ഗ്രീൻ ചട്നി, നമ്മളുണ്ടാക്കിയ ഗ്രീൻ ചട്നി, അതൊരു പേസ്റ്റ്, അതൊന്ന് അതിൻ്റെ പുറത്തൊന്ന് ഡ്രിസിൽ ചെയ്യുക. ഒത്തിരി വേണ്ട, കുറച്ച് മതി. പിന്നെ ഇതൊരു പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഷേപ്പിലൊക്കെ ഒന്ന് പൈപ്പ് ചെയ്യാം. ഇതിങ്ങനെ ഒന്ന് ഒഴിക്കുക, ഓവർ ആവണ്ട. അതിന് ശേഷം നമ്മൾ ഓണിയനാണ്, ഇതൊരു 1/2 കപ്പ് ഓണിയനുണ്ട്. അത് ചെറുതായിട്ട് 1/2 കപ്പ് ഇതിനല്ല, മുഴുവൻ ഡിഷിന് വേണ്ടിയിട്ടാണ്. അത് ചെറുതായിട്ടൊന്ന് ചെയ്യുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയുണ്ട്, അതും നമ്മുടെ ആവശ്യത്തിന്. ഒരു ഇതും ഓവറായി വേണ്ട. പിന്നെ ലാസ്റ്റ് നമുക്കൊരു പൊമിഗ്രാനൈറ്റ്, ഇതൊരു 2 ടേബിൾ സ്പൂണുണ്ട് നമ്മുടെ ആവശ്യത്തിന്. റെഡ് കളർ ഇവിടെ സത്യം പറഞ്ഞ പല പല ഫ്ലേവറുകൾ ചെയ്തു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാട്ടാണ്. ഏറ്റവും അവസാനം നമുക്ക് ഒരു നുള്ള് ചാട്ട് മസാലയും 1 നുള്ള് ജീരകപ്പൊടിയും, ഒരു പിഞ്ച് മതിയേ. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അതും ഒരു ചെറുതായിട്ട് ഒന്ന്. അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. അതെ, അങ്ങനെയാണ് ചാട്ട് കഴിക്കേണ്ടത്. ഇപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് ചാട്ട്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചാട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഒരുപാട് വിഭവങ്ങൾ നമ്മളുടെ വരാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിഭവമായിട്ട്, അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.